പറയടാ, സത്യം പറയടാ, എവിടെ നിന്നാണ് ഇതൊക്കെ മോഷിച്ചത്? ഞാൻ മോഷ്ടിച്ചിട്ടില്ല. നീ മോഷ്ടിച്ചില്ല അല്ലേ? ഇല്ല. പറയടാ. ഞാൻ വാങ്ങിച്ചതാ. വാങ്ങിക്കാൻ എവിടെ നിന്നാ പൈസ? എന്റെ കൂട്ടുകാരൻ തന്നതാ. കൂട്ടുകാരൻ തന്നോ? ഏത് കൂട്ടുകാരനാടാ യാതൊരു കാര്യമില്ല 10,000 രൂപ നിനക്ക് തരുന്നത്? ആരാടാ ലക്ഷപ്രഭു? പറയടാ. സാർ, ഒരു 5 മിനിറ്റ് എനിക്ക് തരണം. ഞാൻ ഇവനെ കൊണ്ട് സത്യം പറയിക്കാം. അന്ന് നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പറയണം, സത്യം പറയണം. എവിടെ നിന്നാ കാശ്? എന്റെ കൂട്ടുകാരൻ തന്നതാ. എന്റെ കൂട്ടുകാരൻ തന്നതാ. അയ്യോ. ചാക്കോ മതി. സൂര്യൻ, എന്തായിരുന്നാലും ഞങ്ങളോട് സത്യം പറഞ്ഞാൽ തനിക്കൊന്നും സംഭവിക്കില്ല. തനിക്കിതൊക്കെ വാങ്ങിക്കാൻ കാശ് എവിടുന്നാ കിട്ടിയത്? പറ. അവൻ അങ്ങനെയൊന്നും പറയില്ല സാർ. പറയില്ലേ? എന്നാ ചാക്കോ തന്നെ ചോദിക്കും, അതാ നല്ലത്. സാർ, ഞാൻ പറയാം. ശരി, പറഞ്ഞോളൂ. കമോ, പൈസ ആരാ തന്നത്? ബാബു തന്നു. ഏത് ബാബു? കൊല്ലന്റെ മകൻ ബാബു. എന്തിനാ കാശ് തന്നത്? അശ്വതി മരിച്ച ദിവസം ബാബുവിനെ ഹോട്ടലിൽ വെച്ച് ഞാൻ കണ്ടു. അതാരോടും പറയാതിരിക്കുന്നതിന്. വ്യക്തമായിട്ടില്ല, ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞേ. അശ്വതി മരിച്ച ദിവസം രാത്രി ബാബു, നീ എന്താ ഈ സമയത്ത് ഇവിടെ? ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ കാണാൻ വന്ന. സംസാരിച്ചിരുന്ന സമയം പോയി. ആരാടാ സുഹൃത്ത്? അത് നീ അറിയത്തില്ല സൂര്യ. ഞാൻ വരട്ടെ. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞ് ബാബു എന്നെ കാണാൻ വന്നു. ഞാൻ താമസിക്കുന്ന ലോഡ്ജിൽ. എന്നിട്ട് ബാബു വരൂ. എന്താ ബാബു? 2 ദിവസം മുമ്പ് നമ്മൾ ഹോട്ടലിൽ വെച്ച് കണ്ടു. പക്ഷെ ഞാനിപ്പോ പറയുന്നു, നമ്മൾ തമ്മിൽ കണ്ടിട്ടേയില്ലെന്ന്. മനസ്സിലായോ? മനസ്സിലാവണ ബാബു, നീ എന്നെ ഹോട്ടലിൽ വെച്ച് കണ്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞെന്നറിഞ്ഞാൽ കൊന്നുകളെ നിന്നെ. പറയോടാ. ഇല്ല. ആ, വന്നേ. വെറുതെ വേണ്ട. ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ബാബു, നീയാണ് അശ്വതിയെ. ബാബു പിന്നെയും കാശ് തന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങിച്ചത്. ഈ ബാബു ഇപ്പൊ എവിടെ ഉണ്ട്? അറിയില്ല സാർ. അറിയില്ല. ചാക്കോ, നിങ്ങൾ എവിടെ വെച്ചാ കാണാറ് പതിവ്? പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറയുന്നത്. പകൽ മുഴുവൻ ബാബു എവിടെയെങ്കിലും കറങ്ങി നടക്കും. രാത്രി അരയന്മാരുടെ കോളനിയിലുള്ള ഭാര്യ വീട്ടിൽ കിടക്കും. 1-2 പ്രാവശ്യം അവിടെ വെച്ചാണ് ഞാൻ ബാബുവിനെ കണ്ടത്. വിക്രം സർ, ഇനി ഞാൻ പൊക്കോട്ടെ സാർ. നിന്നെ വിടാവടാ. വിക്രം, സൂര്യൻ പറഞ്ഞ സ്ഥലം വിക്രമൻ അറിയോ? സോറി സാർ, എനിക്കറിയില്ല സാർ. ചാക്കോക്ക് അറിയാമോ സൂര്യൻ പറഞ്ഞ സ്ഥലം? അറിയാം സാർ, പക്ഷെ അത് വല്ലാത്ത സ്ഥലമാണ്. പെട്ടെന്ന് നമുക്ക് അവനെ അവിടെ ഇറക്കിക്കൊണ്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ചാക്കോ ഒരു കാര്യം ചെയ്യും, അതിനടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ചെന്ന് പോലീസ് ലൈസൻസ് വേണമെന്ന് പറയൂ. ഇഫ് നെസസറി യു കൻ ഗീവ് ദം എ റിട്ടൺ റിക്വസ്റ്റ്. അതിന്റെ ആവശ്യമില്ല സാർ, അവിടുത്തെ SI എനിക്കറിയാം. പിന്നെ പ്രശ്നമില്ല, യു കൻ പ്രൊസീഡ്. ഓക്കെ സാർ. വിക്രം സർ. ഇവനെ കസ്റ്റഡിയിലെടുത്ത വിവരം പുറത്തറിയണ്ട. അവനെ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിവെക്കും. എടോ ചാക്കോ, CBI എന്ന് കേട്ടെന്ന് കരുതി ഞങ്ങളുടെ മുട്ടൊന്നും ഇടിക്കില്ല. വലിയ പാണ്ഡവപ്പടയാണെന്നല്ലേ ധാരണ. സ്വയം പോയങ്ങ് പെരുമാറിയാ മതി. സാർ, സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തോണ്ടല്ല. ഇത് സാറിന്റെ സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട ഒരു സ്ഥലമാണ്, അതുകൊണ്ടാ. അതിർത്തി ഞങ്ങൾക്കല്ലേ ഉള്ളൂ, CBIക്ക് അതിർത്തിയില്ലല്ലോ. താഞ്ചല്ലേ, വെറുതെ സമയം കളയാതെ. ഹലോ, ഞാൻ SI തോമസാ. ദേവാസ് സാറല്ലേ? സാർ, പിന്നെ സാരമില്ല ചാക്കോ, അവരുടെ സഹായം കൂടാതെ തന്നെ അവനെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അതല്ല സാർ, വേണമെങ്കിൽ കമ്മീഷണറോടോ DIGയോടോ പറഞ്ഞ്. വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. വി ക്യാൻ മാനേജ് വിത്തൗട്ട് ദെയർ ഹെൽപ്പ്. ചാക്കോ ഇല്ലേ എന്റെ കൂടെ? ചാക്കോ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തന്നെ അവിടെ എല്ലാം ഒന്ന് കറങ്ങി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കും.
യെസ് സർ. ആ അത് കലക്കികളെ അതാ ബാബുവിനെ ചേട്ടാ പോലീസ്. നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. എന്താ സാർ? ഇറങ്ങി വാ. എങ്ങോട്ടാ? സ്റ്റേഷനിലേക്ക്. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഇങ്ങോട്ട് വാടാ. സാറേ എങ്ങോട്ടാ? ബാബുവിന്റെ വീട് വരെ. ബാബുവിനെ പോലീസ് കൊണ്ടുവല്ലോ. നീ വർഗീസ് അല്ലേ? കോട്ടയം മാർക്കറ്റിലെ. പിന്നെ പോലീസ് എന്ന് പറഞ്ഞാൽ സർ, അത് നമ്മുടെ ബാബു അല്ലേ? എന്തൊക്കെ തെളിവുണ്ടായാലും ശരി, ഒരു കുറ്റവാളിയും താൻ തന്നെയാണ് കുറ്റം ചെയ്തതെന്ന് അങ്ങനെയൊന്നും സമ്മതിക്കാറ് പതിവില്ല. അതുപോലെയല്ലേ ബാബുവും പറഞ്ഞത് മുറിയിൽ ചെന്നപ്പോൾ കണ്ടത് തൂങ്ങിക്കിടക്കുന്ന അശ്വതിയാണെന്ന്? അല്ല സാർ, ഞാൻ പറഞ്ഞത് സത്യമാണ് സാർ. പോലീസ് വേഷത്തിൽ വന്ന് ബാബുവിനെ ആക്രമിച്ചവരാരൊക്കെയാണ്? അതിലൊരാളെ ഞാൻ അറിയും സാർ. അവൻ കോട്ടയം മാർക്കറ്റിലെ ഒരു റൗഡിയാണ്, വർഗീസ്. ആരാ അവരെ അയച്ചത്? അറിയില്ല സാർ. വിശ്വമാണോ? ദേശത്തെ ആ വീടെന്തിനാ മാറിയത്? പോലീസ് വിശ്വത്തെ സംശയിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. താമസിയാതെ അവർ എന്നെയും തേടിയെത്തുമെന്ന് ഭയന്നാണ്. അതോ തെളിവില്ലാതാക്കി തീർക്കാൻ വേണ്ടി വിശ്വം നിങ്ങളെയും വകവരുത്തും എന്ന് ഭയന്നിട്ടാണോ? അതല്ലേ ഇന്നലെ രാത്രി സംഭവിച്ചത്? സർ, വിശ്വം വന്നിട്ടുണ്ട്. വിക്രം, ഹലോ മിസ്റ്റർ വിശ്വം, ഐ എം സേതുരാമയ്യർ. പ്ലീസ് മീറ്റ് യു. സിറ്റ് ഡൗൺ പ്ലീസ്. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഞാൻ വിശ്വത്തിന്റെ പല പടങ്ങളും പല വട്ടം കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഐ എം യുവർ ഫാൻ. നമ്മൾ തമ്മിൽ
ഒരുപാട് ചോദ്യോത്തരങ്ങളൊന്നും വേണ്ട, അതുപോലെ വാചക കസർത്തും. അശ്വതി മരിച്ച ദിവസം രാത്രി ബാബു വന്ന് നിങ്ങളോട് എന്താ പറഞ്ഞത്? വിക്രം, ഹീറോ സാറേ, ഇനി ഒന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട. എല്ലാ തെളിവുകളും ഭദ്രമാക്കിയതിന് ശേഷമാണ് ഹീറോയെ വിളിപ്പിച്ചത്. അതുകൊണ്ട് ഉള്ള കാര്യം മണി പോലെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താട്ടെ. ഈ ബാബു വന്ന് നിങ്ങളോട് എന്ത് പറഞ്ഞെന്നാ ഞാൻ ചോദിച്ചത്? ബാബുവിനെ കൊല്ലാൻ ആളെ അയച്ചത് വിശ്വമാണോ? ആരാ പോലീസിന്റെ വേഷത്തിൽ പോകാനുള്ള ഐഡിയ പറഞ്ഞു തന്നത്? ചാക്കോ, സർ, എനിക്ക് എന്റെ അഡ്വക്കേറ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. വക്കീലിനെയൊക്കെ പിന്നെ കാണാം. എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കണം. വിക്രം, സർ, വിരലിലെണ്ണാവുന്ന സത്യമേ ഞാൻ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഈ പറയുന്നത് മുഴുവൻ സത്യമാണ്. ഇനി ഈ കേസിൽ അശ്വതി ആത്മഹത്യയാണ് ചെയ്തതെന്ന് തെളിഞ്ഞാലും ശരി, ഞാൻ ശിക്ഷിക്കപ്പെടും. അശ്വതിയെ കൊല്ലാൻ ആസൂത്രണം ചെയ്തതിന്, ശ്രമിച്ചതിന്, പ്രതിഫലം വാങ്ങിയതിന്, കുറ്റം ഒളിച്ചു വെച്ചതിന്. മറിച്ച് കൊലപാതകമാണെന്ന് തെളിഞ്ഞാലും ഇപ്പോഴുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊന്നില്ലെങ്കിലും ഞാൻ കൊലയാളിയാവും. കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്ത ഒരു കൊലക്കുറ്റത്തിന് ഒരു വാടക കൊലയാളിക്ക് തൂക്കുകയറിൽ കുറഞ്ഞ ഒരു ശിക്ഷയില്ലെന്നും എനിക്കറിയാം. സാർ എന്നോട് ദയവ് കാണിച്ചാൽ ഈ മരണത്തിന്റെ പുറകിലുള്ള യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ കഴിയും.